ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻ രാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയെ കാണിക്കുകയാണ്. അപ്പം ഷാരിയെ സിസ്റ്റർമാർ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഷാരി ചോദിക്കുകയാണ്, സിസ്റ്റർ എന്നെ ഡിസ്ചാർജ് ചെയ്യാവോ, എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിസ്റ്റർമാർ പറയുകയാണ്, അത് ഞങ്ങളല്ല പറയേണ്ടത്, ഡോക്ടർമാരല്ലേ പറയേണ്ടത്, ഡോക്ടർ വരട്ടെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഡോക്ടർമാർ പറയും എന്നും പറയുമ്പോഴാണ് മനോഹറും അതേപോലെ തന്നെ സരയും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് മനോഹറിനെ. അപ്പോൾ മനോഹർ വന്ന് ഇങ്ങനെ നിൽക്കുക, ഷാരി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മനോഹർ പറയാണ്, ആൻറ്റിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ് ആൻറ്റി, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ആൻറ്റി മറന്നിട്ടില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാനതിന് ദേഷ്യപ്പെടുന്നത് എൻ്റെ മോൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഞാൻ ദേഷ്യം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാണ് എന്ന് മനസ്സോടു കൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനോഹറാണെങ്കിൽ അത് പിന്നെ കല്യാണിയും കിരൺ സാറൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു, അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഷാരിക്ക് വലിയ പുത്തരിയൊന്നുമല്ല. അപ്പോൾ ഷാരി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എടാ മനോഹറെ, നിനക്കുള്ള വിധി എൻ്റെ മകൾ തന്നെ തരും, അതിനു വേണ്ടിയാണ് എൻ്റെ മകള് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും, നിന്റെ കാര്യം കട്ടപ്പുകയാടാ എന്ന് മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ സരി പറയാണ് ഷാരിയോട്, അമ്മേ എങ്കിൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ, ശരി മക്കളെ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കാം. അപ്പോൾ ഷാരിയാണെങ്കിൽ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ ദൈവമേ ഇനി എന്താകും ഏതാകുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ഇനി എന്താണ് സരയുവിൻ്റെ മനസ്സിൽ, അവൾ ഉറപ്പായിട്ട് അവനെ തീർക്കും, അത്രയും വൈരാഗ്യം മനോഹറിനോട് സരയുവിനുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അവരെങ്ങനെ വണ്ടി പോയി നേരെ സരയുവിൻ്റെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ സരയു വീടിനകത്തേക്ക് ഒരേ പടികൾ എടുത്ത് വെക്കുമ്പോഴും സരയു മനസ്സിൽ ചിന്തിക്കുകയാണ്, വാടാ നിന്റെ മരണ വീടാടാ ഇത് എന്നും പറഞ്ഞുകൊണ്ടാണ് സരയു മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പം മനോഹർ എടുത്ത് വായിക്കും, സരയു എനിക്ക് ഒട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, നീ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും നീ എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നതും ഒക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് വിശ്വസിച്ചല്ലേ മതിയാവുള്ളൂ മനോഹരൻ, കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെല്ലാം നടന്നു, അതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ. അപ്പം അതേപോലെ തന്നെയാണ് ഇതും, ഇനി ഇവിടെ നമുക്ക് താമസിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കിരണിൻ്റെ കോള് സരയുവിൻ്റെ ഫോണിലേക്ക് വരുന്നത്. അവനാ വിളിക്കുന്നത്, കിരൺ എന്ന് പറഞ്ഞുകൊണ്ട്. കിരണേ, എന്താ കിരണേ, സരയു നീ അവിടെ എത്തിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്, എങ്കിലേ മനോഹറിൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തണ്ടേ. അങ്ങനെ മനോഹറിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. മനോഹരെ, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, ഇനി നിൻ്റെ കുഞ്ഞിനൊപ്പവും സരയുനൊപ്പവും അവിടെ താമസിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, സരയുവിന് നിന്നോടുള്ള ഒരു ദേഷ്യം പെട്ടെന്ന് അങ്ങോട്ട് മാറിയൊന്നുമില്ല, അത്രയ്ക്ക് വലിയ അലിവൊന്നുമില്ല അവളുടെ മനസ്സിൽ, പക്ഷെ എന്നാലും നീ അതെല്ലാം മാറ്റിയെടുക്കണം, എന്നിട്ട് നീയും നിൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ കല്യാണി കിരണിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ശരി സാറേ, സാറ് പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയുവാണെങ്കിൽ, കയറി വാ, അകത്തേക്ക് കയറി വന്നും പറഞ്ഞുകൊണ്ട് മരണ വീട്ടിലേക്ക് മനോഹരനെ കയറ്റിക്കൊണ്ട് പോവുകയാണ് സരയു. അപ്പോൾ കല്യാണി കിരണിനോട് ചോദിക്കുകയാണ്, എന്ത് പരിപാടിയാണ് കിരണിട്ട കാണിച്ചത്, എൻ്റെ കയ്യിലേക്ക് ഒന്ന് ഫോൺ തരാൻ എന്താണ്, എനിക്കൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അയ്യോ മനോഹർ, ഇനി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പം സംസാരിക്കാം, ഇനി അമ്മയുടെ അടുത്ത് പോകണം, അതിനുശേഷം ഇവിടെ ഒരു സദ്യ അവന് കൊടുക്കണം, അവിടെ ഏതായാലും ഭക്ഷണം താമസമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, ഒന്ന് റിലാക്സ് ആവട്ടെ, അതിനുശേഷം നമ്മുടെ എല്ലാവരുടെ അടുത്തോട്ടും വരൂലേ മനോഹർ. അപ്പോൾ വേണ്ട വിധത്തിൽ കുറേ സംസാരിക്കാമല്ലോ കല്യാണി, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. പുറത്തേക്ക് പോകാനോ, എന്തിനാ പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് ആ പൈസനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവനെ പിടികൂടണം, അവൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയണം, അതിനു വേണ്ടി തന്നെയാണ് കല്യാണി ഞാനിപ്പോൾ പുറപ്പെട്ടിറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പോവാണ്. അപ്പം അങ്ങനെ പോയി പൈസനെ കണ്ടെത്തുകയാണ്. അപ്പോൾ പൈസൻ്റെ പിന്നാലെ നമ്മുടെ കിരണും അതേപോലെ തന്നെ രതീഷും വേലുവും കൂടി ഓട്ടം. പൈസ ഒരു സ്ഥലത്ത് തെറ്റി വീഴുകയാണ്. അങ്ങനെ തെന്നി വീണ് കഴിഞ്ഞപ്പോഴേക്കും ഇവനങ്ങോട്ട് എടുത്തു പൊക്കി 3 പേരും കൂടി ചവിട്ടി കൂട്ടുകയാണ്. വീണ്ടും രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പൈസനെ രക്ഷപ്പെടാനായിട്ട് ഇവർ അനുവദിക്കോ? അവനെ പിടിച്ച് കൊടയുകയാണ്. എന്നിട്ട് അവൻ്റെ കൈയും കാലും കെട്ടി നേരെ കാട്ടിലേക്ക് കൊണ്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അപ്പം അവിടെ കിടന്ന് പൈസ കിടന്ന് ഭയങ്കരമായിട്ട് അലറുകയാണ്. അപ്പം അലറിയെന്ന് കഴിഞ്ഞപ്പോഴേക്കും, നീ എന്തിനാണ് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, നിന്റെ ഒച്ച ഒറ്റ മനുഷ്യർ കേൾക്കില്ല, പക്ഷേ കേൾക്കുന്ന ചിലവരുണ്ട്, ഇവിടുത്തെ മൃഗങ്ങൾ നിന്റെ ശബ്ദങ്ങളെല്ലാം കേൾക്കും,
അങ്ങനെ കേട്ട് കഴിയാൻ നേരത്ത് രാത്രിയാകുമ്പോൾ അവർ പതിയെ പതിയെ വന്ന് നിന്റെ ശരീരം വലിച്ചു കീറി നശിപ്പിച്ച് അവർ ഭക്ഷിക്കോടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൈസന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ കിരൺ ലാസ്റ്റ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നീ മര്യാദയ്ക്ക് പറഞ്ഞോ, നീ അന്ന് ആ വീട്ടിലേക്ക് കയറിയില്ലേ, അപ്പം നിന്നെ സഹായിച്ചത് ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്താം. നിന്നെ വന്യമൃഗങ്ങൾക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കില്ല. അങ്ങനെ നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലീസിനെ കൈമാറുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പം ഇതെല്ലാം കേട്ട് നമ്മുടെ പൈസ ആണെങ്കിൽ അത് പിന്നെ എൻ്റെ കൂട്ടുകാരനാ വിക്രം. ആ കൂട്ടുകാരനെ കൊന്നെന്നറിഞ്ഞ് അവളുടെ അച്ഛൻ കൊന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല, ആ കല്യാണിയുടെ അച്ഛൻ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രതികാരം തീർക്കാൻ വേണ്ടിയാ കല്യാണിയെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് കയറിയത്. ഇത് കേട്ട രതീഷിന് കാലി വരിക. രതീഷ് അവൻ്റെ നെഞ്ചും കൂടി നോക്കി ഒറ്റ ചവിട്ടിയിട്ട്, എടാ മെനകെട്ടവനെ, നീ എന്ത് പരിപാടിയുടെ കാണിച്ചത്? നീ വീട്ടിൽ കയറി കല്യാണിയെ കൊല്ലാൻ മാത്രം നീ ആയല്ലടാ, നിനക്കിനി രക്ഷയില്ലടാ, നീ ഇവിടെ തന്നെ നീ കിടക്കും. നിന്നെ വന്യമൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയാണ്. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ അഴിച്ചു വിട്, എന്നെ ഒന്ന് രക്ഷിക്ക് എന്നിങ്ങനെ സംസാരിക്കണം. ഇല്ലടാ, നിന്നെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ലടാ എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് പൈസിൻ്റെ ഫോൺ അടിക്കുന്നത്. അയ്യോ സാറേ, ദേ അവൻ്റെ ഫോണല്ല അടിക്കുന്നത്. രതീഷേ എടുക്കടാ. അങ്ങനെ രതീഷ് ആ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സാറേ, ഇങ്ങനൊരു സൂത്രം ഇവൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ സാറേ. ഏതായാലും ഫോൺ അടിച്ചത് നമുക്ക് ഭാഗ്യമായി. ഇവൻ്റെ സൂത്രങ്ങളെല്ലാം കണ്ടുപിടിക്കാമല്ലോ. ഇനി ഇവൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും ഈ ഫോണിൽ നിന്ന് എന്തൊക്കെ രഹസ്യങ്ങൾ കിട്ടുമെന്നും നമുക്കിനി നോക്കാം സാറേ എന്ന് പറയാണ്. അപ്പോൾ വേലു ആണെങ്കിൽ എടാ നിനക്കൊക്കെ ഇതൊക്കെ കിട്ടിയാൽ പോരടാ, നീ ഇവിടെ തന്നെ കിടക്കടാ, നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു കുഞ്ഞു മനുഷ്യർ പോലും വരില്ലടാ എന്ന് വേലുവും പറയാണ്. അപ്പോൾ ഈ പൈസന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് എടാ നാറികളെ എന്നെ രക്ഷിക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 3 പേരും കൂടി പടപടപടാന്ന് പറഞ്ഞ് അവിടെ മിണ്ടാതെ കിടന്നോളാം, നീ അവിടെ ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് കേട്ടല്ല എന്ന് പറഞ്ഞു. വാടാ വേലു, രതീഷെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവാണ്. ഈ പൈസ ആണെങ്കിൽ അവിടെ കിടന്ന് കാറല് ഒറ്റ മനുഷ്യരെ പോലും രക്ഷിക്കാനായിട്ട് പൈസനെ വരുന്നുമില്ല. അങ്ങനെ ഇവർ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കാര്യവും അന്ത്യം ആയല്ലേ സാറേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ അവൻ്റെ കാര്യത്തിന് തീർപ്പായി. പക്ഷേ ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ലല്ലോ രതീഷേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് പൈസിൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വരികയാണ്. ദേ അവൻ്റെ ഫോണാണല്ലോ സാറേ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് ആ ഫോണിൻ്റെ നമ്പർ നോക്കുകയാണ്. അയ്യോ സാറേ, ഇവന് വരുന്ന കോളിൻ്റെ നമ്പർ എന്തോ പരിചയമുള്ള നമ്പർ പോലെ, എവിടെയോ മറന്നൊരു നമ്പർ പോലെ, ഒരു പരിചയം പോലെ തോന്നുന്നുണ്ട് സാറേ, നോക്കിക്കണ്ടേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കിരണോടെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു നമ്പർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഞെട്ടിപ്പോയി. കാരണം അത് സരയുവിൻ്റെ നമ്പറായിരുന്നു. അയ്യോ ഇത് സരയുവിൻ്റെ നമ്പർ ആണല്ലോ എന്ന് കിരൺ പറയാണ്. സരയുവിൻ്റെ നമ്പർ? അതെ, ഇത് സരയുവിൻ്റെ നമ്പറാ. സരയു എന്തിനാ പൈസൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അപ്പോഴേക്ക് രതീഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, സരയുവിനെ വിശ്വസിക്കാനായിട്ട് പാടില്ലെന്ന്. ഈ കളികളിൽ അവൾക്കും മെയിൻ പങ്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. കഴിഞ്ഞപ്പോഴേക്കും എന്നാലും സരയുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. സരയു എന്തിനാണ് അവൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാൻ പറയല്ലേ സാറേ, സാറൊക്കെയാണ് അവളെ വിശ്വസിക്കുന്നത്. എനിക്കൊന്നും അവളെ തീരെ വിശ്വാസമില്ലാത്ത കാര്യമാണ്. നേരത്തേക്ക് കല്യാണിയെ കൊല്ലാൻ വേണ്ടി തന്നെ ഒരുമ്പിട്ടിറങ്ങിയവളാണ് അവളൊക്കെ, അവളും അവളുടെ അമ്മയൊക്കെ. അപ്പം അവളെയൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല സാറേ. അപ്പോഴേക്കും നമ്മുടെ വേലു ആണെങ്കിൽ എന്നാലും ഈ സരയുവിനും കുഞ്ഞിനും വേണ്ടി എല്ലാ സഹായങ്ങളും കിരൺ സാറും കല്യാണി മേഡം ഒക്കെ ചെയ്തു കൊടുത്തിട്ടില്ലേ? അവർക്ക് എന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സരയു ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യൂ സാറേ എന്ന് ചോദിക്കുമ്പോൾ വേലു, നിൻ്റെ ആ ഒരു അഭിപ്രായം തന്നെയായിരുന്നു കുറച്ചു മുമ്പ് വരെ എനിക്ക്. രതീഷ് സരയുവിനെ കുറിച്ച് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പം പൈസൻ്റെ ഫോണിലേക്ക് അവളുടെ കോള് വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും സംശയങ്ങൾ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ പൈസൻ്റെ ഫോണിൽ ഒന്നും കൂടി ഒന്ന് പരീക്ഷിക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സരയു കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സരയും ഈ പൈസയും കൂടി ഒരുപാട് ചാറ്റിങ് നടന്നിട്ടുണ്ടല്ലോടാ രതീഷേ. പക്ഷേ ആ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഉറപ്പായി. അപ്പോൾ ഈ പൈസയും സരയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്.
പക്ഷേ ഇനി ഞാൻ അവളെ വിടില്ല. അപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ അവളെയും കാട്ടിലെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടി വരുമോ കിരൺ സാറേ എന്ന് ചോദിക്കുമ്പോൾ, എടാ എല്ലാവർക്കും ഓരോ ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷേ ഇതിൽ എന്തെങ്കിലും പങ്ക് സരയുവിന് ഉണ്ടെങ്കിൽ പിന്നെ സരയു തീർന്നു. അവളോട് ഇനി ക്ഷമിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കല്യാണിയുടെ കോള് വരികയാണ്. ആ കല്യാണി, എന്താ കല്യാണി? കിരണേട്ടൻ ഇപ്പം എവിടെയാ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ. എന്താ കല്യാണി? അതെ, താരയാൻ്റെ ആശ്രമത്തിലുണ്ട് എന്ന് പറയാണ്. ആശ്രമത്തിലോ? അതെ, അമ്മുമ്മയ്ക്കൊപ്പം ഉള്ളത്. അമ്മുമ്മയ്ക്കൊപ്പോ? ചിലപ്പോൾ അമ്മുമ്മയെ കാണാൻ വേണ്ടി പോയതായിരിക്കും. അല്ല, കാണാൻ വേണ്ടി പോയതൊന്നുമല്ല. താരയാൻ്റെ അവിടെ താമസിക്കാനായിട്ടാണ് പോയത്. താമസിക്കാനായിട്ടോ? അതെന്ത് പരിപാടിയാണ് കാണിച്ചത്? അതിനെ താരയാൻ്റെ അവിടെ പോയി താമസിക്കാനായിട്ട് പോയത്? ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞുമില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കിരണേട്ടാ, എനിക്കത് മനസ്സിലായ കാര്യമോ. എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ പേടിയാവുന്നു കിരണേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും സരയോ അല്ല കല്യാണി, ഞാൻ ഏതായാലും താരയാൻ്റിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ഏതായാലും പോയിന്ന് കാണട്ടെ. അല്ല മനോഹർ ഇപ്പം അവിടെ എത്തിയില്ലേ? തീർച്ചയായിട്ടും മനോഹർ അവിടെ സരയുൻ്റെ വീട്ടിലുണ്ട്. ശരി എങ്കിൽ ശരി കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുകയാണ്. എന്താ സാറേ? അതെ, കല്യാണി ഇപ്പോൾ വേറൊരു വാർത്തയും കൂടിയാണ് കൊണ്ടുവന്നത്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സംശയങ്ങൾ ഒന്നും കൂടി മുറുകി. താരാൻ്റെ ആശ്രമത്തിലാണ് ഉള്ളതെന്ന്, അവിടെ താമസമാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ മകളെ വിട്ട് ആശ്രമത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? ദേ കിരൺ സാറേ, ഞാൻ പറഞ്ഞില്ലേ കിരൺ സാറേ, ആ സരയുവിനെ വെറുതെ വിടരുത്. അവളെ എടുത്ത് നന്നായിട്ട് കൊടയെ, അവൾ സത്യങ്ങൾ അവളെ കൊണ്ട് പറയിപ്പിക്കും. ഇനിയിപ്പോൾ മനോഹർ അവിടെ ഉള്ളത്, അയ്യോ മനോഹറിനെ സ്നേഹം കാണിച്ച് അവൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്തിനാണോ, കൊല്ലാനാണോ അവനെ നന്നായിട്ട് നോക്കാനാണോ എന്ന് പറയാനായിട്ട് പറ്റില്ല സാറേ. അവളുടെയൊക്കെ സ്വഭാവമല്ലേ, അവളുടെ മനസ്സിൽ എപ്പോഴും ദുഷ്ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്ന് രതീഷ് ഉറപ്പിച്ച് തന്നെ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് രക്ഷയില്ല. ഏതായാലും എനിക്ക് താരയാൻ്റിയെ കാണണം. താരയാൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. താരയാൻ്റിയെ കണ്ട് താരയാൻ്റിയെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. താരയാൻ്റി എന്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പോയി, എന്താണ് സംഭവം എന്ന് താരയാൻ്റിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇവർ 3 പേരും കൂടി ആശ്രമം ലക്ഷ്യമാക്കി തന്നെ പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പം സരയു ആ വിഷക്കുപ്പി എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട്, ഇത് കല്യാണിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച വിഷമാണ് ആ തള്ളയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് ആ തള്ള എന്നെ ചതിച്ചു. അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, ഇനി അവർ ചത്താലും ജീവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വിഷം ഏതായാലും എനിക്ക് ഉപകാരപ്പെട്ടു. ഞാൻ അവൻ ഇഷ്ടപ്പെട്ട കറികളിൽ ഞാൻ ഈ വിഷം കലർത്തി അവന് കൊടുക്കും. അതോടുകൂടി തന്നെ മനോഹർ പെടഞ്ഞ് വീഴും. എൻ്റെ ഒരു ശത്രു ഇല്ലാതെയാകും. അതിനുശേഷം കല്യാണി എന്ന് സരയു ഭയങ്കരമായിട്ടും ഇതായിട്ട് നിൽക്കുകയാണ്. ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.